അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാവരുടെയും ആഗ്രഹമാണ് മക്കൾ നല്ല നിസ്കരിക്കുന്നവരാകണം, മാതാപിതാക്കളെ അനുസരിക്കുന്നവരാകണം, പറഞ്ഞത് കേൾക്കുന്നവരാകണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് ഓരോ രക്ഷിതാക്കളും. നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നവരാകാൻ, നമ്മുടെ മക്കൾ അനുസരണയുള്ളവരാകാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള 2 ആയത്തുകളും ഒരു സ്വലാത്തുമാണ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. എങ്ങനെയാണ്, എപ്പോഴാണ് ആ ആയത്ത് ഓതേണ്ടത്, ആ സ്വലാത്ത് ചൊല്ലേണ്ടത്? ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മെയും നമ്മുടെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമൻ്റായി രേഖപ്പെടുത്തുക. വിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കളെ 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നിസ്കാരം കൊണ്ട് അവരോട് കൽപ്പിക്കണം. മോനെ നിസ്കരിക്കണേ, നിസ്കരിക്കണേ, നിസ്കരിക്കണേ എന്നവനെ നീ ഉണർത്തണം. നിസ്കാരത്തിന് അവനക്ക് പ്രചോദനം നൽകണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. 10 വയസ്സായതിനു ശേഷം നിങ്ങളുടെ മക്കൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ ആ നിസ്കാരത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ വേണ്ടി, നിസ്കാരം ഒഴിവാക്കിയാൽ അല്ലാഹുവിൽ നിന്നുള്ള അദാബ് നിനക്ക് ലഭിക്കുമെന്നുള്ള ബോധം അവനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവനെ നീ അടിക്കണമെന്ന് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നു. മുറിവാകാത്ത രീതിയിൽ, അവനിക്ക് വേദനയുണ്ടാകുന്ന രീതിയിൽ അവനെ നീ അടിക്കണം എന്ന് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് മക്കളെ അടിക്കണം എന്നുള്ളതിൻ്റെ പേരിലല്ല, നിസ്കാരത്തിന്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഇങ്ങനെ ഒരു മനുഷ്യൻ 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ തൻ്റെ മകനോട് നിരന്തരം നിസ്കരിക്കണമെന്ന് പറയുകയും മകനെ നിസ്കരിപ്പിക്കുകയും അതല്ലെങ്കിൽ മകളെ നിസ്കരിപ്പിക്കുകയും ചെയ്താൽ 10 വയസ്സിന് ശേഷം അവരെ അടിക്കേണ്ട ഒരു ആവശ്യം വരികയില്ല. തീർച്ചയായും മക്കൾ സ്വയം ബോധത്തോടെ അവർ നിസ്കരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പ്രായപൂർത്തിയായ മകളും മകനും പ്രായപൂർത്തി ആയതിനു ശേഷം നിസ്കാരം ഒഴിവാക്കുന്നവരാണെങ്കിൽ ആ നിസ്കാരം ഖളാ വീട്ടിയാലല്ലാതെ അവരുടെ ബാധ്യത നീങ്ങുകയില്ല എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവരുടെ കാര്യത്തിൽ വളരെയധികം ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. ഇനി പറഞ്ഞതനുസരിക്കുന്നില്ല, ഒരു നിലക്കും ഞാൻ പറഞ്ഞിട്ടവര് മക്കൾ നിസ്കരിക്കുന്നില്ല എന്ന് ആവലാതി പറയുന്ന പേടിയുള്ള രക്ഷിതാക്കൾ ചെയ്യേണ്ടത്, ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്കറിയാം. അത്തഹിയാത്തിൽ നാം ചൊല്ലുന്ന സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് തുടങ്ങിയിട്ട് ഇന്നക ഹമീദും മജീദ് വരെയുള്ള ആ സ്വലാത്തിന് ഒരു തവണ ചൊല്ലിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ആയത്ത്, ഉലൈക അലാ ഹുദം മിൻ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഈ ആയത്തിന് 101 തവണ ചൊല്ലിക്കഴിഞ്ഞ് മന്ത്രിച്ച് ആ വെള്ളത്തിൽ മന്ത്രിച്ച് അവസാനം ഒരു തവണ കൂടി ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ആ വെള്ളം നിങ്ങളുടെ മകനിക്ക് കുടിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുക. ഇങ്ങനെ ഒരു 7 ദിവസം അതല്ലെങ്കിൽ ഒരു 11 ദിവസം തുടരെയായി നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മക്കളിൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നിങ്ങളുടെ മക്കൾക്ക് മാറ്റം നൽകും ഇൻഷാ അല്ലാഹ്. കൂട്ടത്തിൽ മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നാം എപ്പോഴും ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ തഖബ്ബൽ ദുആ. റബ്ബേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം. വമിൻ ദുർരിയത്തി, എൻ്റെ മക്കളെയും നീ ആ വഴിക്ക് നടത്തണം, നിസ്കാരം നിലനിർത്തുന്നവരാക്കണം.
റബ്ബന തഖബ്ബൽ ദുആ, എൻ്റെ പ്രാർത്ഥന, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന കൂടി നാം ദുആ ചെയ്താൽ ഇൻഷാ അള്ളാഹ് രണ്ടും ഖുർആനിലെ ആയത്തും ഒന്ന് ഇബ്രാഹിമിയ സ്വലാത്തുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം നമ്മുടെ മക്കളിൽ കാണാതിരിക്കില്ല. തീർച്ചയായും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന എല്ലാ സമയത്തും ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഇബ്രാഹിമിയ സ്വലാത്തും കൂടെ പറഞ്ഞ ആ ആയത്തും 101 തവണയും വെള്ളത്തിൽ മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. ഇൻഷാ അള്ളാഹ് നമ്മുടെ മക്കൾ നിസ്കാരം നിലനിർത്തുന്നവരാകും, നല്ല സ്വഭാവക്കാരായി മാറും. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.